ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ സന്ദർശനത്തിന് ഗുജറാത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കെവാഡിയയിൽ 1140 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷിക ദിനത്തിൽ രാഷ്ട്രീയ ഏക്താ ദിവസ് ആഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. നാളെ ഗുജറാത്തിൽ ഏക്താ റാലി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തുടനീളം വിവിധ റെയിൽവേ സ്റ്റേഷനുകളിലായി യാത്രക്കാർക്കുള്ള 76 കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്ര റെയിൽവേ മന്ത്രാലയം. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. നാടിന്റെ വികസനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൽ രാഷ്ട്രീയം വേണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ICC വനിതാ ലോകകപ്പ് 2ാം സെമിയിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 339 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. ഗുജറാത്തിലെ കെവാഡിയയിൽ 1140 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിക്കും. 25 ഇലക്ട്രിക് ബസ്സുകളുടെ ഫ്ളാഗ് ഓഫും അദ്ദേഹം നിർവഹിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഗുജറാത്തിലെത്തിയ പ്രധാനമന്ത്രി രാജ്പിപ്പലിയിൽ ബിർസ മുണ്ട ഗോത്ര സർവകലാശാല, വാമൻ വൃക്ഷവാടിക ബസ് ചാർജിംഗ് ഡിപ്പോ എന്നിവ ഉദ്ഘാടനം ചെയ്യും. ഗരുഡേശ്വരിലെ ഹോസ്പിറ്റാലിറ്റി ഡിസ്ട്രിക്റ്റിന്റെ ആദ്യഘട്ടം, സത്പുട സംരക്ഷണ മതിൽ, നർമ്മദാഘട്ട് എക്സ്റ്റൻഷൻ എന്നിവ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന പദ്ധതികളിൽ ഉൾപ്പെടുന്നു. കൂടാതെ 367 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന നാട്ടുരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട മ്യൂസിയം, വീർ ബാലക് ഉദ്യാനം, സ്പോർട്സ് കോംപ്ലക്സ്, മഴക്കാടുകളുടെ പദ്ധതി, സുൽപ്പനേശ്വർ ഘാട്ടിനടുത്തുള്ള ജെട്ടി വികസനം, ഏകതാ പ്രതിമയിലെ നടപ്പാത എന്നിവയുൾപ്പെടെ നിരവധി പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തറക്കല്ലിടും. സർദാർ പട്ടേലിന്റെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് 150 രൂപയുടെ പ്രത്യേക നാണയവും സ്റ്റാമ്പും പ്രധാനമന്ത്രി ചടങ്ങിൽ പ്രകാശനം ചെയ്യും. സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150ാം ജന്മവാർഷിക ദിനത്തിൽ രാഷ്ട്രീയ ഏക്താ ദിവസ് ആഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ഗുജറാത്തിൽ നാളെ നടക്കുന്ന ഏക്താ പരേഡ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഏകതാ ദിവസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്ന അദ്ദേഹം ഏകതാ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തും. എല്ലാ വർഷവും ഒക്ടോബർ 31-ന് ഏകതാ നഗറിൽ പരേഡ് സംഘടിപ്പിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള പരേഡിൽ BSF, CRPF, CISF, ITBP, SSB, സംസ്ഥാന പോലീസ് സേനകൾ എന്നിവയിലെ അംഗങ്ങൾ അണിനിരക്കും. രാഷ്ട്രീയ ഏകതാ ദിനത്തോടനുബന്ധിച്ച് നാളെ രാജ്യത്തുടനീളം റൺ ഫോർ യൂണിറ്റി സംഘടിപ്പിക്കും. ന്യൂഡൽഹിയിൽ സൈപ്രസ് വിദേശകാര്യമന്ത്രി ഡോക്ടർ കോൺസ്റ്റാന്റിനോസ് കോംബോസുമായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. സൈപ്രസിന്റെ പരമാധികാരം, ഐക്യം, പ്രാദേശിക അഖണ്ഡത എന്നിവയ്ക്കുള്ള ഇന്ത്യയുടെ അചഞ്ചലമായ പിന്തുണ വിദേശകാര്യമന്ത്രി ആവർത്തിച്ചു. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ സൈപ്രസ് സ്ഥിരമായി നൽകുന്ന പിന്തുണയെയും വിദേശകാര്യമന്ത്രി അഭിനന്ദിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ചതിനും ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയോടുള്ള ഐക്യദാർഢ്യത്തിനും സൈപ്രസ് സർക്കാരിനോട് അദ്ദേഹം നന്ദി പറഞ്ഞു. India and Cyprus are trusted friends and reliable partners. Our ties have developed into a comprehensive partnership anchored in mutual respect, shared democratic values, and a joint strategic vision. It is forward-looking and it is aligned with the interests and aspirations of both our countries. We deeply appreciate Cyprus's consistent support on issues of core interest to India, especially in our battle against cross-border terrorism. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും താരപ്രചാരകരും സംസ്ഥാനത്ത് ക്യാമ്പ് ചെയ്ത് റാലികളിലും പൊതുയോഗങ്ങളിലും പങ്കെടുക്കുകയാണ്. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് മുസാഫർപൂരിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു. ഛപ്രയിൽ നടക്കുന്ന പ്രചാരണ യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. കോൺഗ്രസിനും RJDക്കുമെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് അദ്ദേഹം ഉയർത്തിയത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഷെയ്ഖ്പുരയിലും നൂർസരായിലും പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്തു. അടുത്ത മാസം 6, 11 തീയതികളിലാണ് ബീഹാറിൽ വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 14-ന് നടക്കും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നടപടിക്രമങ്ങൾ കേരളത്തിൽ ആരംഭിച്ചു. രാജ്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം നിർവഹിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കറുടെ സാന്നിധ്യത്തിൽ ആദ്യ എന്യൂമറേഷൻ ഫോം ബൂത്ത് ലെവൽ ഓഫീസർ ഗവർണർക്ക് കൈമാറി. പുതുക്കിയ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ അർഹരായ ആരെയും ഒഴിവാക്കിയിട്ടില്ല എന്ന് ഉറപ്പാക്കണമെന്ന് ഗവർണർ തെരഞ്ഞെടുപ്പ് അധികാരികൾക്ക് നിർദ്ദേശം നൽകി. പരിഷ്കരണ പ്രക്രിയ വേഗത്തിലും കുറ്റവിമുക്തമായും പൂർത്തീകരിക്കുന്നതിന് എല്ലാ ജനങ്ങളും സഹകരിക്കണമെന്നും ഗവർണർ അഭ്യർത്ഥിച്ചു. ലോക കേരള സഭയും മലയാള മിഷനും ചേർന്ന് ഖത്തറിൽ സംഘടിപ്പിക്കുന്ന മലയാളോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. ഐഡിയൽ ഇന്ത്യൻ സ്കൂളിലാണ് പരിപാടി നടക്കുന്നത്. ഏകദിന സന്ദർശനത്തിനായി ഇന്ന് ഖത്തറിൽ എത്തിച്ചേർന്ന മുഖ്യമന്ത്രിയെ ഇന്ത്യൻ അംബാസഡർ വിപുൽ, ലോക കേരള സഭാംഗങ്ങൾ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. നാടിന്റെ വികസനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൽ രാഷ്ട്രീയം വേണ്ടെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. ഇതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേരള കേന്ദ്ര സർവകലാശാലയുടെ പുതിയ അക്കാദമിക് ബ്ലോക്കിന് കാസർഗോഡ് പെരിയ ക്യാമ്പസിൽ തറക്കല്ലിട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസനത്തിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒരുമിച്ച് സഞ്ചരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചി വെളിയനാട് ചിന്മയ വിശ്വവിദ്യാപീഠത്തിൽ നാളെ രാവിലെ നടക്കുന്ന യൂണിറ്റി മാർച്ചിൽ ശ്രീ ജോർജ് കുര്യൻ പങ്കെടുക്കും. 5ാമത് ദേശീയ മറൈൻ ഫിഷറീസ് സെൻസസ് ഭവനതല വിവരശേഖരണത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനവും കൊച്ചി CMFRIയിൽ അദ്ദേഹം നാളെ നിർവഹിക്കും. രാജ്യത്തുടനീളം വിവിധ റെയിൽവേ സ്റ്റേഷനുകളിലായി യാത്രക്കാർക്കുള്ള 76 കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതിക്ക് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അംഗീകാരം നൽകി. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ വിജയത്തെ തുടർന്നാണ് ഈ തീരുമാനം. രാജ്യത്തുടനീളം ആസൂത്രണം ചെയ്തിരിക്കുന്ന പുതിയ പാസഞ്ചർ കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ മോഡുലാർ ഡിസൈൻ പിന്തുടരുമെന്നും പ്രാദേശിക സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് നിർമ്മിക്കുമെന്നും റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. 2026 ഉത്സവ സീസണിന് മുമ്പ് എല്ലാ ഹോൾഡിംഗ് ഏരിയകളും പൂർത്തിയാക്കണമെന്ന് കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചു. അമേരിക്കയുമായുള്ള വ്യാപാര കരാർ അന്തിമമാക്കുന്നതിൽ ഇന്ത്യ തുടർന്നും സഹകരിക്കുമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. വിഷയത്തിൽ ഇരുപക്ഷവും ചർച്ചകൾ തുടരുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. റഷ്യൻ എണ്ണക്കമ്പനികൾക്കെതിരായ US ഉപരോധങ്ങളുടെ പ്രത്യാഘാതങ്ങൾ ഇന്ത്യൻ പക്ഷം പഠിച്ചു വരികയാണ്. ആഗോള വിപണിയിലെ മാറ്റങ്ങൾ കണക്കിലെടുത്താണ് ഇന്ത്യയുടെ തീരുമാനങ്ങളെന്നും ശ്രീ ജയ്സ്വാൾ പറഞ്ഞു. अमेरिकी सैंक्शंस का सवाल है जो उन्होंने रशियन कंपनीज के ऊपर लगाया है, इसको हम लोग अभी किस प्रकार से हमारे ऊपर इसकी इम्पैक्ट होगी, इस बात को हम लोग अभी उसकी अध्ययन कर रहे हैं. बाजार में जो डायनेमिक्स है, जो उथल पुथल है, उसको लेते हुए हम आगे बढ़ते हैं और हमारा जो खुद ईंधन खरीदने का जो सोर्सिंग का जो अप्रोच है. ICC വനിതാ ലോകകപ്പ് സെമിയിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 339 റൺ വിജയലക്ഷ്യം. നവി മുംബൈയിൽ നടക്കുന്ന മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഓസ്ട്രേലിയ നിശ്ചിത 50 ഓവറിൽ 338 റണ്ണിന് പുറത്താവുകയായിരുന്നു. ഇന്നത്തെ മത്സര വിജയി നവംബർ 2 നടക്കുന്ന ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയുമായി ഏറ്റുമുട്ടും. ഇന്ത്യ ഓസ്ട്രേലിയ T20 പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം നാളെ മെൽബണിൽ നടക്കും. ഇന്നലെ നടന്ന ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. നാളത്തെ മത്സരത്തിൽ മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ കളിക്കാനിറങ്ങും. പരമ്പരയിൽ ആകെ 5 കളികളാണ് ഉള്ളത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് 2 ദിവസത്തെ സന്ദർശനത്തിനായി മലേഷ്യയിലേക്ക് പുറപ്പെട്ടു. മലേഷ്യയുടെ അധ്യക്ഷതയിൽ നാളെ നടക്കുന്ന ആസിയാൻ ഇന്ത്യ പ്രതിരോധ മന്ത്രിമാരുടെ അനൌപചാരിക യോഗത്തിന്റെ 2ാം പതിപ്പിനെ ശ്രീ രാജ്നാഥ് സിംഗ് അഭിസംബോധന ചെയ്യും. നവംബർ 1 നടക്കുന്ന ആസിയാൻ പ്രതിരോധ മന്ത്രിമാരുടെ സമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുക്കും. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ 4 ദിവസത്തെ ഭൂട്ടാൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമായി. സാമ്പത്തിക കാര്യ വകുപ്പിൽ നിന്നുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘവും കേന്ദ്രമന്ത്രിയെ അനുഗമിക്കുന്നു. പരസ്പര ബഹുമാനം, വിശ്വാസം, മേഖലയിലെ പുരോഗതിക്കും സമൃദ്ധിക്കും വേണ്ടിയുള്ള പ്രതിബദ്ധത എന്നിവയിൽ വേരൂന്നിയ ഭൂട്ടാനുമായുള്ള ഇന്ത്യയുടെ പങ്കാളിത്തത്തെ സന്ദർശനം അടിവരയിടുന്നുവെന്ന് ധനകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. കേരള നിയമസഭ നവംബർ 1 പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കും. 15ാം നിയമസഭയുടെ 15ാം സമ്മേളനമാണ് കേരള പിറവി ദിനത്തിൽ വിളിച്ചു ചേർക്കുന്നത്. 2025-26 അധ്യയന വർഷത്തെ SSLC പരീക്ഷയ്ക്കുള്ള ഫീസ് നവംബർ 12 മുതൽ 19 വരെ അടയ്ക്കാം. പിഴയോടുകൂടി നവംബർ 21 മുതൽ 26 വരെയും പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഫീസ് സ്വീകരിക്കുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ സന്ദർശനത്തിന് ഗുജറാത്തിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കെവാഡിയയിൽ 1140 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷിക ദിനത്തിൽ രാഷ്ട്രീയ ഏക്താ ദിവസ് ആഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. നാളെ ഗുജറാത്തിൽ ഏക്താ റാലി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തുടനീളം വിവിധ റെയിൽവേ സ്റ്റേഷനുകളിലായി യാത്രക്കാർക്കുള്ള 76 കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്ര റെയിൽവേ മന്ത്രാലയം. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. നാടിന്റെ വികസനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൽ രാഷ്ട്രീയം വേണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ICC വനിതാ ലോകകപ്പ് 2ാം സെമിയിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 339 റൺ വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.